തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ഫിലിപ്പീൻസിനെ വിറപ്പിച്ചുകൊണ്ട് റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂചലനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. രാജ്യത്തെ സീസ്മോളജി ഏജൻസിയാണ് ഭൂകമ്പത്തിന്റെ തീവ്രത ഔദ്യോഗികമായി അറിയിച്ചത്. ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് ഫിലിപ്പീൻസിലെ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകുകയും ജനങ്ങളോട് ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അധികൃതർ നിർദ്ദേശിച്ചു. ഈ പ്രദേശം പസഫിക് റിംഗ് ഓഫ് ഫയറിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭൂചലനങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഇവിടെ പതിവാണ്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മിൻഡാനാവോയിലെ ഡാവോ ഓറിയന്റലിലെ മനായ് പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നതെന്ന് ഫിലിപ്പീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോൾക്കാനോളജി ആൻഡ് സീസ്മോളജി അറിയിച്ചു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം 10 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്ത് സംഭവിക്കുന്ന ശക്തമായ ചലനങ്ങൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ ഇതുവരെ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. എന്നാൽ ഈ മേഖലയിൽ തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട്. അതിനാൽ മുൻകരുതലിന്റെ ഭാഗമായി തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഉയർന്ന സ്ഥലങ്ങളിലേക്കോ ഉൾനാടുകളിലേക്കോ മാറണമെന്ന് അധികൃതർ ശക്തമായി നിർദ്ദേശിച്ചു. സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതിനാൽ ആളുകൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ തീരങ്ങളിൽ നിന്ന് അകലം പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ ഭൂചലനത്തെ തുടർന്ന് സുനാമി സാധ്യത നിലനിൽക്കുന്നതായി ഹവായിയിലെ പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 186 മൈൽ അകലെ വരെ അപകടകരമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അവർ അറിയിച്ചത്. ഫിലിപ്പീൻസിലെ ചില തീരങ്ങളിൽ 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇത്രയും വലിയ തിരമാലകൾ തീരമേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കാനും സാധ്യതയുണ്ട്. ഫിലിപ്പീൻസിലെ മറ്റ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിലും പലാവുവിലും ഇതിന്റെ ഭാഗമായി ചെറിയ തിരമാലകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മുൻകരുതൽ എന്ന നിലയിൽ ഇന്തോനേഷ്യയിലെ വടക്കൻ സുലവേസി, പപ്പുവ പ്രദേശങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂകമ്പത്തെ തുടർന്ന് മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലെ അധികൃതരും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ശക്തമായ ഭൂകമ്പത്തിനിടെ ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതിന്റെ നിരവധി വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ജീവൻ രക്ഷിക്കാനായി ഒരു ആശുപത്രിയിലെ രോഗികളും ജീവനക്കാരും പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ ഒരു മത്സ്യ വിൽപ്പന കേന്ദ്രത്തിലെ ഗ്ലാസ് പാത്രങ്ങൾ ശക്തമായി കുലുങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും ജനങ്ങൾക്കിടയിലെ പരിഭ്രാന്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരണമെന്നും ഫിലിപ്പീൻസിലെയും മറ്റ് തീരദേശങ്ങളിലെയും ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പസഫിക് റിംഗ് ഓഫ് ഫയറിലെ സജീവമായ ഒരു ഭൂകമ്പ മേഖലയാണ് ഫിലിപ്പീൻസ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ശക്തമായ ഭൂചലനങ്ങൾ സംഭവിക്കാറുണ്ട്. എങ്കിലും 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം സമീപകാലത്തെ ഏറ്റവും ശക്തമായവയിൽ ഒന്നാണ്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രാദേശിക സർക്കാരുകൾ അതീവ ജാഗ്രത പാലിക്കണം.